ചെല്ലുമ്പോഴും അച്ഛന്മാരുമായിട്ട് ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. ശരിക്കും ഞങ്ങൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു. കാരണം ഞാനിപ്പോൾ ഓൾവേസ് ലാസ്റ്റ് ന്യൂ ഇയറിനും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് വിളിച്ചപ്പോഴേ ഞാൻ ഓടി വന്നത്. എനിക്കറിയാം ഇവിടുത്തെ ഒരു ഫ്രീഡവും ആ സപ്പോർട്ടും ഒക്കെ. ഒത്തിരി താങ്ക്സ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് നമ്മൾ ഈ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞു വന്നു. അച്ഛന്മാരുടെ ഒരു മാസ് അച്ഛന്മാരെ ഇറക്കാതെ ബാക്കി വെച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു ക്രിസ്മസ് വിരുന്നായിട്ട് അത് കൊടുക്കാം. അതോടൊപ്പം നമ്മൾ കണ്ണൂർ കാർണിവലിലേക്ക് പോകണം. നമുക്ക് തങ്കഅങ്കി സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് പോകണം. നമ്മൾ എല്ലായിടത്തോട്ടും പോകും. ഇനി അങ്ങോട്ട് ഒരു ഓട്ടമായിരിക്കും. ഓളമുള്ള പാട്ട് പിടിച്ചാലോ? ഓളപ്പാട്ട് വേണോന്ന് അച്ഛന്മാർ ഇങ്ങോട്ട് ഇപ്പൊ ചോദിക്കുക. അപ്പൊ നമുക്ക് ഓളപ്പാട്ട്. അപ്പൊ അച്ഛന്മാർ ആ ചോദ്യത്തിന് ഒരു പൂത്തിരി. അജി പുഷ്കർ വളരെ ഹിറ്റായിട്ടുള്ള പാട്ടാണ്. പക്ഷെ ഞങ്ങൾ പാടുമ്പോ അത് എന്താകും എന്തൊരു വിനയമാണെന്നറിയോ? എല്ലാ പാട്ടും ഇങ്ങനെ പറയും. അതല്ല പിച്ച് ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബത്ലഹേമിന്റെ മാറിലൊരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബത്ലഹേമിന്റെ മാറിലൊരാരോമൽ ഉണ്ണി പിറന്നല്ലോ. വിണ്ണിൻ താരകൾ പുഞ്ചിരി തൂകി മണ്ണിൽ ഗ്ലോറിയനാദങ്ങൾ പാടി അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിന്തി തുറന്നിട്ട് കുഞ്ഞിക്കാലി തടിക്കുകയായി എന്നും ആഘോഷമുണരുകയായി. അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിന്തി തുറന്നിട്ട് കുഞ്ഞിക്കാലി തടിക്കുകയായി എന്നും ആഘോഷമുണരുകയായി. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബത്ലഹേമിന്റെ മാറിലൊരാരോമൽ ഉണ്ണി പിറന്നല്ലോ. സെറ്റാണ്. അപ്പോ നേരെ നമ്മള് ഗബ്രിയേലിന്റെ ആ ദർശന സായുജ്യത്തിൽ നേരെ ഇവരുടെ ഒരു പാട്ടിലേക്ക് പിടിച്ചാൽ ഒരു കോംബോ പെട്ടെന്ന് നമുക്ക് ശബരിമലയ്ക്ക് പോകണം. അതുകൊണ്ടാണ്